ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു നല്ല സ്ട്രോബെറി ആൻഡ് ക്രീം സ്പോഞ്ച് കേക്കാണ്. ഇത് ഏത് സെലിബ്രേഷന് വേണ്ടിയും ഉണ്ടാക്കാം. ഫ്രഞ്ച് ബേക്കറീസ്, ജാപ്പനീസ് ബേക്കറീസിലൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്കാണ്. ജെനുവ സ്റ്റൈൽ സ്പോഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ വിപ്പ് ക്രീം ടോപ്പിങ്ങും ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട്. ഫ്രൂട്ട്സ് ഇവിടെ സ്ട്രോബെറി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലൊരു കേക്കാണ്, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം ഇതിൻ്റെ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് തലേന്ന് ഉണ്ടാക്കി വെച്ചാലാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല ചിൽഡ് ആയിരിക്കണം. അപ്പോൾ ഓവർനൈറ്റ് നല്ല അടച്ച പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഒന്നും കൂടി എളുപ്പമായിരിക്കും അടുത്ത ദിവസം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. വിപ്പ് ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 400 ml വിപ്പിംഗ് ക്രീം വേണം. 2-3 ടീസ്പൂൺ ഐസിങ് ഷുഗർ പൗഡർ ആണ് അത്. പിന്നെ 2 ടീസ്പൂൺ വനില പൗഡർ. ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വലിയൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൗളും അതിൻ്റെ ബീറ്റേഴ്സും രണ്ടും കൂടി ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് ഫ്രീസറിൽ വെച്ച് നമ്മൾ ചില്ല് ചെയ്തെടുക്കുകയാണ്. അതുകൂടാതെ പിന്നെ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ ഒരുപാട് മണിക്കൂർ നേരം വെച്ച് നല്ല തണുത്തിരിക്കണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഐസ് ഇട്ട് ഒരു ബൗൾ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഐസാക്കിയ ഒരു ബൗളിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഹ്യൂമിഡ് അല്ലെങ്കിൽ ചൂടുള്ള ക്ലൈമറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പാണ്. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ AC റൂമാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ തണുപ്പിച്ച് വെച്ച ബോള് ഐസ് ബോളിൻ്റെ മുകളിൽ വെച്ചു. ഇതിലേക്ക് ചില്ലി അത് 400 ml ക്രീം ഒഴിച്ചു. 2 ടീസ്പൂൺ വനില പൗഡർ ഇല്ലെങ്കിൽ വനില എക്സ്ട്രാക്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ 2-3 ടീസ്പൂൺ ഷുഗർ പൗഡർ, ഐസിങ് ഷുഗറാണ്. ഇതെല്ലാം ചേർത്തു. നമ്മുടെ ബീറ്റേഴ്സും ഫ്രീസറിൽ വെച്ച് നല്ല തണുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ക്രീം കൂടുതലാണെങ്കിൽ അത് അനുസരിച്ച് സമയം കൂടുതലെടുക്കും. പതുക്കെ നമ്മളിതൊന്ന് പതിഞ്ഞ് വരുന്ന കാണും. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് കട്ടിയായി വെക്കണത് കാണും. ഇതുപോലെ സോഫ്റ്റ് പീക്ക് സ്റ്റേജ് പോലെ. അങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കണം. സ്റ്റിഫ് പീക്ക് സ്റ്റേജ് ഇതുപോലെ നല്ല കട്ടിയുള്ള ക്രീമായി കിട്ടും. അപ്പോൾ നമുക്കിത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ സ്റ്റിഫ് പീക്ക് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് നേരം ബീറ്റ് ചെയ്യാണ്ടിരിക്കണം. കാരണം ഇനിയും നമ്മൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്താൽ ബട്ടർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സായി മാറും. കൂടുതൽ നേരം ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വിപ്പ് ക്രീം ബട്ടറായി മാറി തുടങ്ങും. അപ്പോൾ അടുത്ത ദിവസം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 വലിയ മുട്ട വേണം. മുട്ട ഒരുപാട് സൈസ് ഇല്ലാത്തതാണെങ്കിൽ ഒരു 2.5 മുട്ട വേണ്ടി വരും. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. പിന്നെ 1/2 കപ്പ് അല്ലെങ്കിൽ 60 ഗ്രാം പഞ്ചസാര. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പഞ്ചസാര ഫൈൻ ഗ്രെയിൻ ആയിട്ട് ചെറിയ ഗ്രെയിനുള്ള പഞ്ചസാരയാണ്. ഇതാണ് ഇങ്ങനത്തെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ഗ്രെയിനുള്ള പഞ്ചസാര ആണെങ്കിൽ ചെറിയ ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. ആ ഗ്രെയിൻ ഒന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ നേരം അടിക്കരുത്, പൊടിയായി പോകരുത്. പിന്നെ 20 ml പാല് വേണം. ബട്ടർ വേണം 20 ഗ്രാം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും കൂടിയിട്ടുള്ള ബട്ടർ. വനില എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ ചേർക്കാം, നല്ലതാണ്, 1/2 ടീസ്പൂൺ. പിന്നെ കേക്ക് ഫ്ലവർ വേണം നമുക്ക്. അത് 60 ഗ്രാം അല്ലെങ്കിൽ 2/3 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 1/4 കപ്പിൻ്റെ കുറച്ച് കുറവായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ സ്പോഞ്ച് കേക്ക് റെസിപ്പീസിന് എപ്പോഴും കേക്ക് ഫ്ലവർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടണില്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ. 1 കപ്പ് മെഷറിംഗ് കപ്പ് എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ആദ്യം. എന്നിട്ട് 1 കപ്പ് അളവ് ആവണ വരെ സാധാ മൈദ ഇട്ട് കൊടുക്കാം. ഇത് 2 പ്രാവശ്യം സ്ട്രെയിനറിൽ കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കേക്ക് ഫ്ലവർ റെഡിയായി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി കേക്കിന് വേണ്ടി ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഓവൻ 180°C പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമുക്ക് കേക്ക് പാൻ റെഡിയാക്കാം. കേക്ക് പാനിൻ്റെ താഴെയും സൈഡിലും പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. സ്പോഞ്ച് കേക്ക് ആകുമ്പോൾ അത് വളരെ ലൈറ്റ് കേക്കാണ്. അപ്പോൾ അതൊന്ന് റൈസ് ചെയ്ത് ഇതുപോലെ പൊങ്ങി വരാൻ ഈ പേപ്പർ ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്.
പിന്നെ നമ്മുടെ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ്. ആ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യണം. ഇങ്ങനെ സോക്ക് ചെയ്യുന്നതുകൊണ്ട് എയറിൻ്റെ അളവ് കൂടും. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന കേക്ക് ഫ്ലവർ ഒരു 2-3 പ്രാവശ്യം ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും കൂടി ലൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ബട്ടർ മിൽക്കൊക്കെ അളന്ന് മാറ്റി വയ്ക്കാം. എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചിടാം. ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ബൗളിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യണത്. കാരണം അതിൽ ടെമ്പറേച്ചർ നോക്കാൻ പറ്റും. ഒരു 70 ഡിഗ്രീസിൽ ഇങ്ങനെ ചെറിയൊരു സിമർ വേണം. ഒരുപാട് തിളയ്ക്കണ്ട. ഇങ്ങനത്തെ ഒരു ചെറിയ ചൂടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ബൗളിൽ മുട്ട ഇതിലേക്ക് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നിർത്താണ്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പഞ്ചസാര മുട്ടയിലേക്ക് നല്ലോണം ഡിസോൾവ് ചെയ്ത് ചേരണം. ആ മിക്സ്ചർ ഒരു ഇളം ചൂടായി കിട്ടണം. അതുവരെയും നമ്മൾ കൈകൊണ്ട് ബീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ലൂപ്പ് പോകാം, അല്ലെങ്കിൽ ഇളം ചൂടായി കഴിയുമ്പോൾ നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ എഗ്സ് സ്ക്രാമ്പിൾഡ് ആയി തുടങ്ങും. അപ്പോൾ ഇതുപോലെ ആ ചെറിയ ബൗള് ചെറുതായി തിളക്കുന്ന വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ബൗളിൻ്റെ അടിഭാഗം ഒന്ന് വെള്ളത്തിൽ മൂട്ടുന്നുണ്ട്. പക്ഷെ മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ പഞ്ചസാര ഡിസോൾവായി ആ മിക്സ്ചർ ഒന്നൊരു ഇളം ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഇലക്ട്രിക് ബീറ്റേഴ്സ് വെച്ച് ബാക്കി അടിച്ചെടുക്കാം. നല്ല ലൈറ്റ് കളറായിട്ട് അടിച്ചെടുക്കണം. ഒരു മീഡിയം സ്പീഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് പാലൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡാണ് ഞാൻ ചൂടാക്കാറ്. 20 നന്നായി ചൂടാവും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എഗ്ഗ് മിക്സ്ചർ നന്നായി ഇങ്ങനെ പതിഞ്ഞ് ഇങ്ങനെ കളറും മാറി ലൈറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ല ചൂടുള്ള പാലാണ്. പതുക്കെ അത് ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സ്പീഡിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് നല്ലൊരു ലൈറ്റ് കളറായിട്ട് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. വളരെ ലൈറ്റ് കളറും ആയിരിക്കും. അപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആവാൻ ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്ലവർ ഇട്ട് കൊടുക്കണം. നമ്മൾ സിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫ്ലവർ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ബീറ്റേഴ്സ് വെച്ച് അടിക്കരുത്. ഒരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ബാറ്റർ ഒന്നും നന്നായിട്ട് സ്മൂത്തായി കിട്ടണം. ഇപ്പോഴും നല്ലൊരു ഷൈൻ ഉണ്ടാവണം. കൂടുതൽ മിക്സ് ചെയ്യരുത്, ബീറ്റ് ചെയ്യരുത്. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് ഫ്ലവറും ആഡ് ചെയ്ത് അതേപോലെ തന്നെ ഇപ്പോഴും ബാറ്ററിലേക്ക് നമ്മൾ ഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബീറ്റ് ചെയ്ത് ചേർക്കൂല ഇതുപോലത്തെ ലൈറ്റ് ടെക്സ്ചറുള്ള കേക്കിനൊന്നും. അപ്പോൾ അളന്ന് വെച്ച ബട്ടറും മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഓയിൽ പോലെ മെൽറ്റായി കിട്ടണ വരെ വേണം ചൂടാക്കാൻ. അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കളർ മാറിപ്പോകരുത്. ഇതും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഫൈനലായിട്ട് ഒന്നും കൂടി ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം, ഒരുപാട് ബീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് പാനിലേക്ക് ഈ ബാറ്റർ ഒഴിക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കേക്ക് പാനാണ്. 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 ഇഞ്ച് ഉള്ള ചെറിയ റൗണ്ട് കേക്ക് പാൻ. ഇതിലേക്ക് നമ്മൾ ബാറ്റർ മുഴുവൻ ഒഴിക്കുകയാണ്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 18 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. 18 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓവനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് കേക്ക് പാനോടുകൂടി തന്നെ നമുക്കൊരു വയർ റാക്കിൽ വെക്കണം. പാനിൽ നിന്ന് ഇപ്പം മാറ്റണ്ട. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് ഈ കേക്ക് റിമൂവ് ചെയ്താൽ മതി. പാർച്ച്മെൻറ്റ് പേപ്പർ ഉള്ള കാരണം എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ കേക്കിന് 3 സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈക്വലായിട്ട് ഒന്ന് മുറിച്ചാൽ മതി. ചെറിയ കേക്ക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കട്ട് ചെയ്യാൻ.
ഇനി നമ്മൾ ചില്ലി ചെയ്ത് വെച്ചിരുന്ന വിപ്പ് ക്രീം ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ സ്ട്രോബെറീസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫ്രഷ് ഫ്രൂട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചില്ലി ചെയ്ത വിപ്പ് ക്രീം പിന്നെയും ഒരു ബോൾ ഐസിമിൽ വെക്കുകയാണ്. ഇത് പെട്ടെന്ന് മെൽറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇവിടെ കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അങ്ങനെ നമുക്ക് ഓരോ ലെയർ കേക്കിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ട്രോബെറീസ് അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട്സ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പിന്നെയും കുറച്ച് ക്രീം, അടുത്ത സ്ലൈസ് കേക്ക്. അങ്ങനെ ഈ പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് മുകളിലത്തെ കേക്ക് സ്ലൈസ് ഇട്ടതിന് ശേഷം ആദ്യത്തെ ഒരു ക്രം കോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിപ്പ് ക്രീം വെച്ചിട്ട് ഒന്ന് റഫായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിക്കാൻ വെക്കാൻ പോകണം. ചിലപ്പോൾ ഞാൻ ഫ്രീസറിലും വെക്കാറുണ്ട്, അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫേമായിട്ട് കിട്ടും. അതിനുശേഷം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയാൽ അത്രയ്ക്കും നല്ല ഫിനിഷ് കിട്ടൂല. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇവിടെ AC റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഇത് കുറേ പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കേക്ക് ഡെക്കറേറ്റിംഗ് ക്ലാസ്സസ് ഇടയ്ക്ക് എടുത്തിരുന്നു. ആ സമയത്തൊക്കെ എടുത്തിരുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇടയ്ക്ക് ഇവിടുത്തെ സിംഗപ്പൂരിയൻസിന് നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങും ഇടയ്ക്ക് പഠിപ്പിച്ചിരുന്നു. ഇപ്പം ചെയ്യാറില്ല. ഇഷ്ടമുള്ള പോലെ നമുക്ക് ഫൈനൽ ടോപ്പിംഗ് ചെയ്യാം. ആദ്യം നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്ത കാരണം രണ്ടാമത് ക്രീം ഇട്ടാൽ ഇതുപോലെ സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് കിട്ടാൻ വേണ്ടി അതുപോലത്തെ ഒരു സ്ക്രേപ്പർ, ലൈനുള്ള സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഫാൻസി ഒന്നല്ല. സൈഡിൽ കുറച്ച് ഷെല്ല് പൈപ്പിങ്ങും മുകളിൽ ചെറിയ റോസ് പോലത്തെ പൈപ്പിങ്ങും. എന്നിട്ട് അതുമ്മൽ നമുക്ക് സ്ട്രോബെറി ഇതുപോലെ പകുതിയായിട്ട് മുറിച്ച ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ ഇവിടെ സിംഗപ്പൂർ സ്നോ പൗഡർ എന്നും പറഞ്ഞിട്ട് ഐസിങ് ഷുഗർ കിട്ടും. അത് സാധാ ഐസിങ് ഷുഗറിൻ്റെ അത്രയും വേഗം മെൽറ്റായി പോവാറില്ല. ഇത് എല്ലായിടത്തും കിട്ടാറില്ല. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മളുടെ ചെറിയൊരു സിമ്പിൾ കേക്ക്, പക്ഷേ ഏത് സെലിബ്രേഷനും നല്ലൊരു കേക്കാണിത്. അത് തണുപ്പിച്ച് വെക്കണം. സെർവ് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പ് എടുത്ത് പുറത്ത് വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.